الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحبة، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن يرسل الرياح مبشرات وليذيقكم من رحمته ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون. ولقد أرسلنا من قبلك رسلا إلى قومهم فجاءوهم بالبينات فانتقمنا من الذين أجرموا وكان حقا علينا نصر المؤمنين. الله الذي يرسل الرياح وتصير سحابا فيبسطه في السماء كيف يشاء ويجعله كسفا وترى الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون. وإن كانوا من قبل أن ينزل عليهم من قبله لمبلسين. فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമ്മളെ എല്ലാവരെയും, അതായത് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് പല കോലത്തിൽ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു തരുന്ന ഒരു സംഗതിയാണ്. ഈ വിവരം നമുക്കറിയാത്തത് കൊണ്ടല്ല, ഇതിൽ ഉത്തമമായ ഒരു ബോധ്യം, ദൃഢമായ ഒരു ബോധ്യം. കാരണം പരിപാലനം നമ്മൾ നേരിട്ട് കാണുന്നില്ല എന്നുള്ള അദൃശ്യമായ നിലയിലാണ് നമ്മളെ പരിപാലിക്കുന്നത്. മാതാവിൻ്റെ പരിപാലനമോ പിതാവിൻ്റെ പരിപാലനമോ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ പരിപാലനമോ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ അതങ്ങനെ നേരിട്ട് കാണാത്തത് കൊണ്ട് വിവരമുണ്ടെങ്കിലും ബോധ്യമുണ്ടെങ്കിലും അതങ്ങോട്ടൊരു ദൃഢമായി കിട്ടാൻ കുറച്ച് പണിയാണ്. മനുഷ്യൻ അധ്വാനിച്ച് തന്നെ അതിലൊരു ദൃഢബോധ്യം ഉണ്ടാക്കണം എന്നതാണ് അല്ലാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥ. നന്മയും സന്തോഷവും സംതൃപ്തിയും ശാന്തിയുമൊക്കെയാണ് മനുഷ്യന് ആശ്വാസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, അതൊന്നും നമ്മൾ തീരുമാനിച്ചല്ല. നന്മ വരുമ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ, നന്മ വരുമ്പോൾ സ്വാഭാവികമായും സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാകുമ്പോൾ സംതൃപ്തി ഉണ്ടാവും. ആ സംതൃപ്തി മനുഷ്യന് സ്വസ്ഥത നൽകും, അതവനെ ശാന്തിയിലേക്ക് നയിക്കും. അപ്പം ശാന്തമായിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന് ദുനിയാവിലായാലും ആഖിറത്തിലായാലും അവസാനത്തെ അവസ്ഥ. ഈ ശാന്തത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം
വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. സലാം എന്ന് പറഞ്ഞാൽ ശാന്തി. നമ്മൾ പരസ്പരം കാണുമ്പോൾ ആശംസിക്കുന്നതും ശാന്തിയാണ്. അസ്സലാം എന്ന് ഹ്രസ്വമായി പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി താങ്കളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. അപ്പം ശാന്തിയാണ്, ശാന്തമായ സമാധാനപരമായ സ്വസ്ഥമായ ഒരവസ്ഥയാണ് മനുഷ്യനെപ്പോഴും ഉത്തമമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. തിന്മയും അസ്വസ്ഥതയും ബേജാറും വെപ്രാളവുമൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിഷമകരമാണ്, പ്രയാസകരമാണ്, ശിക്ഷ പോലെയാണ്. അതൊരിക്കലും മനുഷ്യന് സഹിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഒരു പ്രകൃതത്തിന് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓരോരുത്തരുടെ പ്രകൃതത്തിനനുസരിച്ചാണല്ലോ അവരുടെ അവസ്ഥ നിശ്ചയിക്കുന്നത്. സൂര്യനിൽ ഉള്ള ഒരു സംഗതിയെ നമുക്ക് ചന്ദ്രനിൽ കൊണ്ട് ജീവിപ്പിക്കാൻ പറ്റില്ല. സൂര്യനിൽ ഒരുപാട് സംഗതികളുണ്ട്. വെട്ടിത്തിളച്ച്, അതായത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനാണ്. ചന്ദ്രനിൽ വേറെ തരത്തിലുള്ള ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ കാലാവസ്ഥ, അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളത്. ഭൂമിയിൽ അതിനേക്കാൾ വ്യത്യസ്തമായ ഒന്നാണ്. ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തെ സൂര്യനിലേക്ക് കൊണ്ടുപോയാൽ അത് കരിഞ്ഞ് നാശിക്കും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതം നിശ്ചയിക്കുകയും ആ പ്രകൃതത്തിൽ ശാന്തി അനുഭവിക്കാനുള്ള അവസ്ഥ നിശ്ചയിക്കുകയും ചെയ്തതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും, അതായത് ജീവിതത്തിലുടനീളം, ജീവിതമെന്ന് ഖുർആൻ പറയുമ്പോൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ ഭൗതികമായ, ഹ്രസ്വമായ, താൽക്കാലികമായ, നശ്വരമായ ഈ ജീവിതമല്ല. അനന്തമായ ജീവിതത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതം എന്ന ഒരു സംഗതി ഖുർആൻ പലപ്പോഴും അവതരിപ്പിക്കുന്നത് എന്നുള്ള. അതിൽ ദുനിയാവിലെ ജീവിതം പ്രത്യേകവും ആഖിറത്തിലെ ജീവിതം പ്രത്യേകവും ഒക്കെ എടുത്ത് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിലും അതുപോലെ അത് കഴിഞ്ഞു വരുന്ന അനന്തമായ ജീവിതത്തിലും ശാന്തി ഉണ്ടാകാനുള്ള മാർഗദർശനമാണ് ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, അതായത് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദം നബി മുതൽ ആ പ്രക്രിയ അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രക്രിയയിൽ ഒരുപാട് സംഗതികൾ, ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ എന്നാണ് അതിന് പറയാം. ഖുർആൻ മുഴുവൻ ആയത്തുകളാണെന്ന് നമുക്കറിയാം. തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ പറയും. ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരകലെ എന്തോ ഒരു മനസ്സിലാവാത്തൊരു സംഗതി പോലെ തോന്നും. തെളിവുകൾ എന്ന് പറഞ്ഞാൽ എളുപ്പം നമുക്ക് മനസ്സിലാവും. അതായത് ഇതെല്ലാം സംവിധാനിച്ച് വളർച്ച വലുതാക്കി അതിൻ്റേതായ ലക്ഷ്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന ഏകനായ ശക്തിയെ അള്ളാഹു ആണ് എന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആനിൽ പറയുന്ന പ്രസ്താവനകൾ. ഖുർആനിലെ പ്രസ്താവനകൾ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. പ്രകൃതിയിൽ എന്തൊക്കെയാണ് സംവിധാനിച്ചിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിട്ടാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ ജീവിതവും ഖുർആനും യഥാർത്ഥത്തിൽ ഒരേ ലെവലിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഒരു ചിത്രീകരണമോ അതിൻ്റെ വാചക ഘടനയിലുള്ള അവതരണമോ ആണെങ്കിൽ, മറ്റൊന്ന് യഥാർത്ഥത്തിൽ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ അനുഭവങ്ങളും അതിൻ്റെ സാഹിത്യാത്മകമായ പ്രയോഗങ്ങളും ഒന്നായി വരുമ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും ശാന്തിയും ഒക്കെ ലഭിക്കുന്നത്. സൂറത്ത് നൂറിൽ വിശദീകരിച്ച അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചില ദൃഷ്ടാന്തങ്ങളുടെ വിശദാംശങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ആദ്യം കേൾപ്പിച്ച ആയത്തുകൾ. ഒമിൻ ആയാതിഹി യുർസില റിയാഹ മുബശ്ശിറാത്തിൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ശുഭവാർത്തകളുമായി കാറ്റിനയക്കുക. എന്തിൻ്റെ ശുഭവാർത്ത നമുക്കറിയാം. മഴ പെയ്യിക്കുന്നതിന് മഴയ്ക്ക് മുമ്പുള്ള ശുഭവാർത്തയുമായിട്ടാണ് കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുക. ആ കാറ്റിനെ അയക്കുന്നത് ലിയുദീഖകും മിൻ റഹ്മതിഹി, അവൻ്റെ അനുഗ്രഹങ്ങളെ നിന്ന്, അതായത് അല്ലെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആസ്വദിക്കുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ ബോധമുണ്ടാവുകയും മനസ്സിലാക്കുകയും എന്നിട്ട് അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന്, ദാതാവിനോട് നന്ദി രേഖപ്പെടുത്തണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കലല്ല നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇത് അള്ളാഹു നൽകിയതാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നമുക്ക് സ്വായത്തമായ സ്വന്തം നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റുന്ന സംഗതികൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. കാറ്റ് ആർക്കും വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. വായു ആർക്കും മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. വെളിച്ചം ആർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ വെള്ളം കൊടുക്കാൻ പറ്റും. നമുക്ക് അതിൽ തന്നെ ഓരോന്നിനും ഓരോ പ്രത്യേകത. കാറ്റ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ, നാളെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ കാറ്റിനെയൊക്കെ നിയന്ത്രിച്ച് വെച്ച് കാറ്റൊക്കെ വെക്കണ രീതിയിൽ വരും. ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾക്ക് കാറ്റടിക്കണമെന്ന് പൈസ കൊടുത്ത് കാറ്റടിക്കുന്നത്, അതേപോലെ കാറ്റിനെയൊക്കെ നിയന്ത്രിച്ച് വെക്കാനുള്ള സംവിധാനമൊക്കെ വന്നുള്ളതല്ലോ.
വായു പോലും ഒരു പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് ഓക്സിജൻ വാങ്ങുന്നത് പോലെ വായു പോലും ഒരു കമേഴ്സ്യൽ ഐറ്റമായി മാറാൻ സാധ്യതയുണ്ട്. വെളിച്ചം അത് രാത്രിയാവുമ്പോൾ ഒരു കമേഴ്സ്യൽ ഐറ്റമായി മാറിക്കഴിഞ്ഞ ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭ്യമാകുന്ന സംഗതികൾ അത് അവൻ്റെ ഔദാര്യം കൊണ്ട് ലഭിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും ആ അനുഗ്രഹം ആസ്വദിക്കുകയും അതിന് ഏർപ്പെടുത്തപ്പെട്ട ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത്. വലി തജ്രിയൽ ഫുൽക ബി അംരിഹി, അവൻ്റെ കൽപ്പനയാൽ നിങ്ങൾക്ക് കപ്പലോട്ടിക്കാൻ. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരുന്നുണ്ട്. വലി തബ്തഗൂ മിൻ ഫളിഹി, ഈ കാറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് വികസനങ്ങൾ സംഭവിക്കും. അപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നിങ്ങൾ തേടിപ്പിടിക്കുന്നതിന് വേണ്ടിയും ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനും അത് വീട് കൂടുതൽ അനുഗ്രഹങ്ങൾ തേടിപ്പിടിക്കാനും വല അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് സന്തോഷ വാർത്തയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അയക്കുന്നത് എന്ന് പറയും. വളരെ ഗൗരവമായ ഒരു സംഗതി അതിനോടൊപ്പം തന്നെ ഏർത്തു പറയുന്ന ഒരു ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം എന്നുള്ളത്. അതായത് നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന മഴയെക്കുറിച്ചുള്ള ശുഭവാർത്തയുമായി വരുന്ന കാറ്റിനോടൊപ്പം ചേർത്ത് മനുഷ്യന് ഏറ്റവും അനിവാര്യമായൊരു സംഗതിയും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, നിനക്ക് മുമ്പും നാം ജനതകളിലേക്ക് അവരിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു നേരിട്ട് അയക്കുന്ന കാറ്റിനാണ്, അള്ളാഹു നേരിട്ട് അയക്കുന്ന പ്രവാചകൻ. ഇത് രണ്ടിനും കൂടി സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നു. വളരെ ആഴത്തിലുള്ള ചില അർത്ഥതലങ്ങളുണ്ട്. മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും വെളിച്ചവും കാറ്റും മഴയുമൊക്കെ നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യമുള്ള സംഗതിയാണ് മാർഗദർശനം എന്നത്. അതിന് പ്രവാചകന്മാരെയും അയക്കുന്നു. പ്രവാചകന്മാരും ശുഭവാർത്തകളുമായിട്ടാണ്, മുബശ്ശിരീങ്ങളാണ്, ശുഭവാർത്തകളാണ്, അതായത് മുൻതിരിയങ്ങളാണ്, താക്കീത് നൽകിക്കൊണ്ടാണ്. ഈ പ്രകൃതിയിലും ശുഭവാർത്തയും താക്കീതും ഉള്ളതുപോലെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലും താക്കീതും അതുപോലെ തന്നെ ശുഭവാർത്തയുമുണ്ട്. ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി പ്രവാചകന്മാരുടെ വരവ്. ആകാശത്തു നിന്നുള്ള മഴവർഷവും, അതായത് അതേ ആകാശത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ മാലാഖമാർ വഴി ലഭിക്കുന്ന ആ ദിവ്യ സന്ദേശം പ്രവാചകന്മാർ കൊണ്ടുവരുന്നത്. ഈ പ്രവാചകന്മാരിൽ നിന്ന് ലഭിക്കുന്ന ആ സന്ദേശത്തിലൂടെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ സത്യവിശ്വാസികൾക്കുണ്ട്. ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയുണ്ട്, വിജയമുണ്ട്. കാറ്റും മഴയുമൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുന്നുവോ അതുപോലെയോ അതിനേക്കാൾ ഉത്തമമായോ നിലക്ക് ജീവിതത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന വളർത്തുന്ന സഹായമാണ് പ്രവാചകന്മാരിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകന്മാരുടെ ലഭിച്ച സന്ദേശത്തിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളെ നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പരിപാലനത്തിൻ്റെ സംവിധാനം ചെയ്തത് അല്ലാഹുവാണ് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാം, വിശ്വസിക്കാം, അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അതല്ല, നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വമൻ ഷാ വൽ യുമിൻ വമൻ ഷാ വൽ യക്ഫർ, ഇഷ്ടമുള്ളവന് നിഷേധിക്കുകയും ചെയ്യാം. അങ്ങനെ നിഷേധിച്ചാൽ ഇന്ന അഅ്തദിനാ ലിൽവാലിമീന നാറൻ, അക്രമികളായി പോകും, ആ അക്രമികൾക്ക് നാം തീ നരകമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിച്ചു. മനുഷ്യരിൽ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ നിഷേധമുണ്ടായി. മനുഷ്യന് നൽകിയ ഈ സ്വാതന്ത്ര്യം മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ജന്തുക്കൾക്കോ ഇല്ലാത്ത ഈ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പ് അവകാശം, ഈ തെരഞ്ഞെടുപ്പ് അവകാശം മനുഷ്യ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് തന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു മാത്രം അവകാശപ്പെട്ട ഒരു സംഗതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനല്ലാതെ മറ്റാർക്കും അങ്ങനെ തിരഞ്ഞെടുപ്പ് അവകാശം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അവകാശമുള്ള വ്യക്തമായ ഒരു സൃഷ്ടി എന്നുള്ള നിലക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്തതിൽ മോശമായ വഴി, അതായത് തെറ്റായ വഴി തിരഞ്ഞെടുത്ത ആളുകൾ ഫന്തഖംനാ മിനല്ലദീന അജ്റമു, അപ്പം അതിൽ കുറ്റവാളികളായ ആളുകളുടെ മേൽ നാം ശിക്ഷാ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, അതേസമയം സത്യവിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നാം ബാധ്യതയായി ഏറ്റെടുത്തതാണ്. സത്യവിശ്വാസത്തിൻ്റെ വീതിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ക്ഷമയോടെ തരണം ചെയ്തുകൊണ്ട് നീങ്ങുമ്പോൾ ആ വിശ്വാസികളെ സഹായിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ പറയാം.
അല്ലാഹുല്ലദീ യുർസില റിയാഹ, എന്നിട്ട് അതിന്റെ വിശദാംശങ്ങൾ പറയാണ്. കാറ്റുകളെ അയക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫതുസീറു സഹാബൻ, എന്നിട്ടത് മേഘങ്ങളെ, ആ കാറ്റുകൾ മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന വിധം അത് ആകാശത്തിൽ അവൻ പരത്തുന്നു. വളരെ വളരെ ആഴത്തിലുള്ളതാ സംഗതി. അതായത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഒന്നും കാറ്റുണ്ടാവുകയോ അല്ലെങ്കിൽ മേഘക്കീറുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ മഴ പെയ്യുകയോ ഒന്നുമില്ല. അള്ളാഹു കാറ്റയക്കുന്നു. ആ കാറ്റ് മേഘക്കീറുകളെ അത് മേഘത്തിനെ ഇങ്ങനെ ആകാശലോകത്തിലേക്ക് ഇങ്ങനെ പരത്തുന്നു. വേജലഹു കിസ്വൻ, പിന്നെ അതിനെ കഷ്ണങ്ങളാക്കി മാറ്റും. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ, ഇന്നും തന്നെ ശാസ്ത്രത്തിന് പൂർണ്ണമായും പറഞ്ഞു തരാനാവാത്ത ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഭൂമിയിൽ മഴ പെയ്യുന്നത്. ഭൂമിയിൽ ഉള്ള വെള്ളം നീരാവിയായി ആകാശലോകങ്ങളിലേക്ക്, അത് മേഘങ്ങളിലേക്ക് പോയിട്ട് അത് തണുത്ത് അത് ജലത്തുള്ളിയായി വീഴുമെന്നുള്ള ഒരു സാമാന്യ വിവരണമല്ലാതെ മഴയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ, അതായത് കുറ്റമറ്റ ഒരു കണ്ടുപിടുത്തം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മഴത്തുള്ളികൾ, ആ വെള്ളത്തുള്ളികൾ, എന്നിട്ട് ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, ഇത് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ആ കഷ്ണങ്ങളുടെ ഇടയിൽ നിന്ന് മഴത്തുള്ളികൾ ഇങ്ങനെ വീണത് കാണാം. അപ്പൊ മേഘക്കീറുകൾ ഇങ്ങനെ വളർത്തി അതിന് പരത്തിയിട്ടിട്ട് അത് കഷ്ണങ്ങളാവുമ്പോൾ അതെങ്ങനെയാ കഷ്ണങ്ങളാകുന്നത്? അതും വളരെ ശാസ്ത്രീയമായ ഒരു സംഗതിയാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ ഗവേഷണ പഠനങ്ങളിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ വെള്ളം ആവിയാണല്ലോ, നീരാവിയാണല്ലോ വെള്ളമാകുന്നത്. അപ്പൊ വെള്ളം, ഒരു തുള്ളി വെള്ളം കിട്ടാൻ കുറേ ഏരിയയിൽ നിൽക്കുന്ന നീരാവിയാണ്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് കൂടുമ്പോ, അപ്പൊ വെള്ളം ഇങ്ങനെ, ആ നീരാവി ഇങ്ങനെ കൂടുമ്പോ അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വരും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സാധാരണ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. എത്ര ലക്ഷം കോടിക്കണക്കിന് തുള്ളികളാണ് മഴയിൽ ഇങ്ങനെ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്ര കട്ടിയുള്ള നീരാവിയെ സെറ്റ് ചെയ്തിട്ട് അത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അതങ്ങനെ പോവുക, അങ്ങനെ മേഘങ്ങൾ പോകുക നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതില് നിശ്ചിത അളവിലുള്ള, ഇപ്പോൾ മഴ പെയ്യും നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് പട്ടണത്തിൽ നല്ല ശക്തമായ മഴയായിരിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് പോയാൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയാൽ ചാറ്റൽ മഴയെ അനുഭവപ്പെടുള്ളൂ. ഈ രണ്ട് മഴയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലരിടത്ത് നല്ല മഴ പെയ്യുമ്പോൾ അപ്പുറത്ത്, പാറപ്പുറത്തിന്റെ അപ്പുറത്ത് മഴ നിഴൽ മാത്രം ഉണ്ടാവും. അത് കാറ്റടിച്ചുകൊണ്ട് കുറച്ച് പാറ്റൽ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആസൂത്രിതമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ്. മനുഷ്യന്മാർ ഉദ്ദേശിച്ചിട്ട് 1-ാം തീയതി വരും. ഈ പ്രാവശ്യത്തെ മൺസൂണ് അത് മെയ് 27-ാം 27-ാം തീയതി വരും, 28-ാം തീയതി വരും, 31-ാം തീയതി വരും, 1-ാം തീയതി വരും, 4-ാം തീയതി വരും, 5-ാം തീയതി വരും, 6-ാം തീയതിയും കാണാത്ത പ്രദേശങ്ങൾ നമ്മുടെ അടുത്തുണ്ടല്ലോ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചുള്ള എവിടെ എത്തി എന്നുള്ളതാണ്. അത് അവൻ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഉള്ള സംഗതികൾ, ഭൂമിയിൽ നിന്ന് രൂപപ്പെടുന്ന കാര്യങ്ങൾ വരെ അത് കൃത്യമായി മനസ്സിലാക്കി പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയണത് തെറ്റിപ്പോകുന്നതാണ്. അപ്പൊ അവിടേക്ക് അള്ളാഹുവാണ് ഈ മേഘങ്ങളെ ഇങ്ങനെ ആകാശലോകങ്ങളിലേക്ക് പരത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്, വിടവുണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ മഴത്തുള്ളികൾ നിനക്ക് വരുന്നത് നിനക്ക് കാണാം. അതായത് ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി ഫൈദാ അസാബ ബിഹി മൻ യശാ, അവിടെയുണ്ട് പ്രശ്നം. അതായത് മിൻ ഇബാദി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ മഴ വർഷിച്ചു നൽകിയാൽ. അപ്പോ മഴ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടുമൊന്നുമില്ല. കുറെ ആളുകൾ മഴയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, കൃത്രിമ മഴ പെയ്യിക്കണം ചില പണിയൊക്കെ ഉണ്ടായിരുന്നു. കൃത്രിമ മഴ പെയ്യിച്ചിട്ട് ചില പ്രത്യേക സാധനങ്ങൾ അന്തരീക്ഷത്തിൽ വിതറിക്കഴിഞ്ഞാൽ മേഘക്കീറുകൾ കൂടിയിട്ട് കൃത്രിമ മഴ. പക്ഷെ കൃത്രിമ മഴ പെയ്യിപ്പിച്ച സ്ഥലങ്ങളിലെ ചെടികളിലും മനുഷ്യരിലുമൊക്കെ കണ്ടെത്താനാവാത്ത ചില തരത്തിലുള്ള ചൊറിച്ചിലും രോഗങ്ങളും ഒക്കെ വന്നതായിട്ട് പിന്നീട് പഠനം. അപ്പൊ അതുകൊണ്ട് ആ ഗവേഷണം മനുഷ്യനവിടെ നിർത്തിവെച്ചാണ്. കൃത്രിമ മഴ പെയ്യിക്കണം വളരെ വലിയ വില കൂടിയ ഏർപ്പാടാണ്. അതൊക്കെ അന്തരീക്ഷത്തിൽ പോയിട്ട് വിതറിയിട്ട് ആ മേഘക്കീറുകളെ യോജിപ്പിച്ച് വെള്ളമാക്കി വിടുന്ന കൃത്രിമ മഴ പെയ്യിക്കണ പണി അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി എന്നുള്ളത്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ യശാ, വളരെ കൃത്യമായി അവൻ ഉദ്ദേശിക്കുന്നവർ, അവരുടെ ഏകാധിപതിയായ മഹാരാജാതിരാജൻ അവന്റെ പ്രഖ്യാപനമാണ്. അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ ഇബാദിഹി മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ ആ മഴ വർഷിച്ചു കഴിഞ്ഞാൽ വൈദാഹും യസ്തബ്ശിറൂൻ, അവരങ്ങനെ സന്തോഷഭരിതമാകുന്നത് നിനക്ക് കാണാം, അല്ലെങ്കിൽ അവർ സന്തോഷഭരിതമാകുന്നതാണ്. അപ്പോൾ എവിടെ, എപ്പോഴും, എങ്ങനെ, എത്ര അളവിൽ മഴ വേണം എന്ന്
തീരുമാനിക്കുന്നതിന് മനുഷ്യന്റെ ചിന്താഗതിക്ക്, മനുഷ്യന്റെ പ്രവർത്തനത്തിന് യാതൊന്നുമില്ല. ആകെ അവന് ചെയ്യാമെന്ന്, നാഥ ഞങ്ങൾ ചൂടിൽ എരിപരി കൊള്ളുകയാണ്, ഞങ്ങൾക്ക് മഴ ആവശ്യമുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ പോലും അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പടച്ചവനെ നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണേ എന്ന്. മഴ വർഷിപ്പിച്ചു തരാൻ പറയുന്ന ആ ഒരു പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് തൗബയും ഇസ്തിഗ്ഫാറുമാണ്. അതായത് മനുഷ്യന്റെ പാപങ്ങൾ മൂലം, തോന്നിയാസം, കൊള്ളരുതായ്മ മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ശിക്ഷ ഏർപ്പെടുത്തുന്നതിൽ ഏറ്റവും ആദ്യത്തത് മഴയില്ലാതാക്കിക്കൊണ്ടാണ് എന്നുള്ള ചില പരാമർശങ്ങൾ നമ്മൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ മഴ വർഷിപ്പിച്ചു തരണേ, തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തിട്ട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനല്ലാതെ മനുഷ്യന് യാതൊന്നും ചെയ്യാൻ സാധ്യമാവുകയില്ല. കൃത്യമായി അല്ലാഹു പറയാ, ഈ മഴ വർഷിപ്പിച്ച് അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകളുടെ മുകളിൽ മഴ വർഷിപ്പിച്ച് കിട്ടിയപ്പോൾ സന്തോഷഭരിതരായി. അതിനു മുമ്പ്, ആ മഴ വർഷം നടക്കുന്നതിന് മുമ്പ് അവർ മുബിലീസിങ്ങളായിരുന്നു. ഇബിലീസുകൾ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ഇബിലീസ് അല്ല, ഇവിടെ നിരാശരായിരുന്നു. ഇബിലീസിന്റെ വാക്കിന്റെ അർത്ഥം നിരാശനായവൻ എന്നാണ്. നിരാശനായവൻ ഇബിലീസ്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപത്തിന് റജീം, നീ പുറപ്പെട്ടു പോള, നീ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ അവന് ജീവിതത്തിൽ നിരാശ ബാധിച്ചുകൊണ്ടാണ് ഇബിലീസ് എന്നവന് പേരിട്ടത്. ഇവിടെ മനുഷ്യന്മാരെ മുബിലിസീൻ എന്നാ പറയാൻ, അതായത് അവർ ഇബിലീസുകളായെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗിച്ചത്. അതായത് നിരാശരായിരുന്നു. മഴ കിട്ടാത്തപ്പോൾ അവരങ്ങനെ, അവരുടെ കാലികൾക്ക് വെള്ളമില്ല, അവരുടെ മനുഷ്യന്മാർക്ക് അവർക്ക് തന്നെ വെള്ളമില്ല, അവരുടെ ചെടികളെല്ലാം വരണ്ടു ഉണങ്ങിപ്പോയിരിക്കുന്നു, അവരുടെ തെങ്ങിന്റെ മണ്ടകളെല്ലാം വീഴാൻ തുടങ്ങിയിരിക്കുന്നു, അവരുടെ തോടുകളെല്ലാം വറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. അവര് മുബിലിസീങ്ങളായിരുന്നു. അതുകൊണ്ട് ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ്, നീ നിന്റെ രക്ഷിതാവിന്റെ ആ അനുഗ്രഹത്തിന്റെ അടയാളത്തിലേക്കൊന്ന് നോക്കുക എന്ന് പറയാം. അവിടെ വെച്ചിട്ടാ പറയണത്. അതായത് മനുഷ്യന് ഈ പരിപാലനം നടത്തുന്നത്, സംരക്ഷണം നടത്തുന്നത് ഏകനായ അള്ളാഹുവാണ് എന്ന യാഥാർത്ഥ്യം നിന്റെ ജീവിതത്തിലൂടെ നടപ്പാക്കിയിട്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസമാകുമ്പോൾ മഴ വരും, കിട്ടി, അത് കിട്ടിയോ സന്തോഷിച്ച് കുറച്ച് കഴിയുമ്പോൾ മിന്നാങ്ങും പോവും. അതല്ല യഥാർത്ഥത്തിൽ ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ജീവിതവുമായി അതിനെന്ത് ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുകയും നന്മകൾക്ക് നന്ദി കാണിക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ക്ഷമ പാലിക്കുകയും ചെയ്യാനാണ് സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൻളുരി ഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ഭൂമി, അത് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് അതിനെ സജീവമാക്കിയത് എങ്ങനെയെന്ന് നീ കാണുന്നില്ലേ? നിർജീവമായ ഭൂമി മരുപ്രദേശമായി അങ്ങനെ ആകാശത്തുനിന്ന് മഴ വർഷിക്കുമ്പോൾ അതവിടെ ഇങ്ങനെ ചില ചെടികൾ അങ്ങനെ മുളയ്ക്കും, പിന്നെ ഇടതൂർന്ന് വളരും, പിന്നെ വടവൃക്ഷങ്ങളുണ്ടാവും. ചെടികൾ മാത്രമല്ല, വെള്ളം ഉണ്ടാവും, നദികളുണ്ടാവും, പുഴകളുണ്ടാവും, കപ്പലുണ്ടാവും, മത്സ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ മനുഷ്യന് ജീവസന്ധാരണം ഉണ്ടാവും. കാറ്റും കപ്പലും വെള്ളവും തമ്മിലുള്ള ദൃഢമായ ഗാഠമായ ബന്ധത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. കാറ്റില്ലെങ്കിൽ കപ്പലോട്ടിക്കാൻ പറ്റൂല, വെള്ളം ഇല്ലെങ്കിൽ കപ്പലോട്ടിക്കാൻ പറ്റൂല. ആകാശത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഇങ്ങനെ വിട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ മനുഷ്യൻ ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യരെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത യാഥാർത്ഥ്യം കൂടെ പറയാം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതെല്ലാം നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സുന്ദരമായി ഇവിടെ ജീവിച്ചിട്ട് അങ്ങ് പൊയ്ക്കളയാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ മരിച്ചു പോകും, മരിച്ചു കഴിഞ്ഞാൽ ജീവിപ്പിക്കും, ജീവിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച ഉത്തരം നിങ്ങൾ പറയേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വളരെ ആകർഷകമായി, അത്യാകർഷകമായി, ഹൃദയത്തെ ഇങ്ങനെ വല്ലാണ്ട് പിടിച്ചു കുലക്കുന്ന രീതിയിലാണ് പരലോകത്ത് നമ്മൾ ഹാജരാക്കിയിട്ട് നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉത്തരം പറയേണ്ടി വരുമെന്ന ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭൂപ്രദേശം ചൂണ്ടിക്കാണിക്കുന്നു, ആകാശം ചൂണ്ടിക്കാണിക്കുന്നു, അതുപോലെ തന്നെ മേഘങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു, കാറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു, കപ്പലിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് മഴ വർഷിക്കുന്നു, ഭൂമി നിർജീവമായ ഭൂമി സജീവമാകുന്നു. അതുപോലെ നിർജീവമായ മനുഷ്യരെ നിങ്ങൾ സജീവമാകുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിന് പിൻകുറിയായി പറഞ്ഞത് എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോഴാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാകുക. ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹ്, അതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സത്ത.
നിങ്ങൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക. നമ്മുടെ ശരീരത്തിൽ നോക്കുക, നമ്മുടെ കണ്ണിൽ നോക്കുക, നമ്മുടെ മൂക്കിൽ നോക്കുക, നമ്മുടെ ചെവിയിൽ നോക്കുക, നമ്മുടെ നാവിൽ നോക്കുക, നമ്മുടെ ഹൃദയത്തിൽ നോക്കുക, നമ്മുടെ കിഡ്നിയിൽ നോക്കുക, ആന്തരാവയവങ്ങൾ ഓരോന്നും നോക്കുക. ഇന്നിപ്പോൾ എല്ലാത്തിനും സൂപ്പർ സ്പെഷ്യലൈസേഷനുള്ള പ്രത്യേക കാലഘട്ടമാണ്. കണ്ണിനൊരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അതിനുള്ളത്. കണ്ണിനകത്ത് റെറ്റിനയിൽ അങ്ങനെ ഉണ്ട്, ഇപ്പുറത്ത് നീരുണ്ട്, മറ്റതങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ ഒരു വലിയ വ്യവസായമായി ഓരോ അവയവവും ഓരോ വ്യവസായം. ചെവിയുമായി ബന്ധപ്പെട്ടത് ENT ഒരു വലിയ വ്യവസായമായി മാറിയിരിക്കുന്നു. കണ്ണ് വലിയൊരു വ്യവസായമായി മാറിയിരിക്കുന്നു. ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ്രീ ആയിട്ട് നമുക്ക് തന്ന് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു വലിയ വിലയൊന്നും ഇല്ല എന്നുള്ളത്. കണ്ണിന്റെ കാഴ്ച കാണാതെ വരുമ്പോൾ ലോകത്ത് എവിടെ പോയും ചികിത്സിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അതുപോലെ തന്നെ കാൽമുട്ടുകൾ, കൈകാലുകൾ, ഈ മുട്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പ്രായാധികം ഉണ്ടാകുമ്പോൾ അത് പിന്നീട് ഈ സൂറത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അതായത് നമ്മളെ മുട്ടിങ്ങനെ വളയ്ക്കാനാവാതെ വരുമ്പോൾ എന്തൊരു വിഷമമാണ് നമുക്ക് അനുഭവപ്പെടുക. കൈയൊന്ന് വളയ്ക്കാനാവാതെ വരുമ്പോൾ എന്തൊരു വിഷമമാണ് നമുക്ക് അനുഭവപ്പെടുക. കണ്ണ് കാണാതായാൽ, കാലിൽ നടക്കാൻ വയ്യാതായാൽ, കൈക്കെടുക്കാൻ വയ്യാതായാൽ, ദഹന പ്രക്രിയ നടക്കാതായാൽ, കിഡ്നി ഫെയിലുവർ ആയാൽ, ഹാർട്ടിന് പ്രശ്നമുണ്ടായാൽ, ചെവിക്ക് പ്രശ്നമുണ്ടായാൽ, മൂക്കിന് പ്രശ്നമുണ്ടായാൽ, മൂക്കിന്റെ പാലം ലേശം ഒന്ന് വളഞ്ഞു പോയി കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അടയാളം നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എത്രമാത്രം അനുഗ്രഹമാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നീ ഗൗരവമായി ചിന്തിക്കുകയോ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ കാര്യം അപകടമാണ് എന്ന താക്കീത് നൽകുന്നു. അങ്ങനെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന സ്വഭാവമുള്ള മനുഷ്യരാണെങ്കിൽ അവർക്ക് ശാന്തി ഇവിടെയും ശാന്തി പിന്നീടും ഉണ്ടാവുമെന്ന് ശുഭവാർത്തയും അറിയിക്കുന്നു. കാറ്റുകളയച്ചു മഴയെ സംബന്ധിച്ച് ശുഭവാർത്ത അറിയിക്കുന്നത് പോലെ മാർഗദർശനവുമായി പ്രവാചകന്മാർ മനുഷ്യന് ശുഭവാർത്ത അറിയിക്കുന്നുവെന്ന് രണ്ടും കൂടി യോജിപ്പിച്ച് പറഞ്ഞത് നമുക്ക് വളരെ ഉന്നത നിലവാരത്തിൽ തന്നെ അത് മനസ്സിലാക്കാനാണ്. അത് പൂർണ്ണമായും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിത വിജയം പ്രാപിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബ ഊസികും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വിഷയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പറയാം, ഇനി വലഇൻ അർസൽനാ റീഹൻ ഫറആഹു മുസ്ഫറൻ ലല്ലു മിൻ ബഅദിഹി. ഇനി വേറൊരു കാറ്റയച്ചിട്ട്, ഒരു തീക്കാറ്റയച്ച് അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്നിട്ട് അവരുടെ കൃഷിയൊക്കെ മുഞ്ഞ പിടിച്ച് നശിച്ചു പോയാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം തടഞ്ഞു വെച്ച് അതുകൊണ്ട് നമ്മൾ ഖേദിച്ചു മടങ്ങണം എന്നുള്ള നിലയിലുള്ള പെരുമാറ്റമല്ല അവര് ചെയ്യണത്. മിൻ ബഅദിഹി യക്ഫുറൂൻ, ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിക്കുക. അപ്പൊ നന്മ ഉണ്ടാകുമ്പോൾ നന്ദി കാണിക്കുകയും പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് സമയത്ത് മഴ ലഭ്യമായില്ലെങ്കിൽ എന്തപ്പോൾ ഇത് സമയമായിട്ട് പെയ്യാത്ത എന്നൊരു മനോഭാവം പാടില്ല എന്നുള്ള സുബ്ഹാനഹു. കാരണം സമയത്ത് ചെയ്യാൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സമയം വൈകിയതിൽ നമുക്കറിയാത്തൊരു യുക്തി ഉണ്ടാവും. നമ്മളെ ചിന്തിപ്പിക്കാനും പ്രാർത്ഥിക്കാനും താഴ്മ ഉണ്ടാവാനുമുള്ള ഒരു അവസരമായി അതെടുത്തിട്ട് അള്ളാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് കൂടുതൽ എടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി 2-ാം തീയതി ഒക്കെ മഴ കിട്ടേണ്ടതാണ്.
ഇപ്പൊ കുറച്ച് 2 ആഴ്ച മഴയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ സ്ഥിതി നമുക്കറിയാം. കാർഷിക വിളകളിൽ മാത്രമല്ല, വൈദ്യുതി പ്രശ്നങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പോൾ മഴയില്ലാത്ത ഒരവസ്ഥ ഉണ്ടായാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിയാൻ അല്പം വൈകിയാൽ നിങ്ങൾ ധിക്കാരപരമായ സമീപനം സ്വീകരിക്കല്ല വേണ്ടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ താണ് കേണ് നിങ്ങളുടെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് കൂടുതൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാ, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവനെ നിനക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. ഇവിടെ മരിച്ചവനെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളല്ല പറയുന്നത്, അത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്ന് പറയാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ എന്തെങ്കിലും കോലത്തിലാവട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ജീവിക്കണമെന്നും ശരി മരിക്കണമെന്നും ശരി അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരുണ്ട്. അതുപോലെ കുറേ വലാ തസ്മി സുമുദ്ദാ ഇദാ വല്ലോ മുദ്ബിരീൻ, ബദരന്മാര് അവര് ബദരന്മാരായി പോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരനാക്കിയതുകൊണ്ടല്ല. സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന ഈ ഇതിനുള്ള ബദരന്മാരെ കുറിച്ചല്ല പറയണം. സാധാരണ മനുഷ്യന്മാര് ബദരന്മാരെ പോലെ പെരുമാറുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ജാഗരൂകരമായി ഇരിക്കാതെ ഈ കാര്യങ്ങളൊന്നും കാണാതെ അലക്ഷ്യമായി നടക്കുന്ന ആളുകൾ, പിന്നും പറയാം ഒമാ അന്ത ബിഹാദിൽ ഉമിയ, ഇനി അന്ധന്മാരുണ്ട്, ഇതൊന്നുമില്ലാത്ത എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും. ഇങ്ങനെ അന്ധന്മാരുള്ള ആളുകൾ, അതായത് നിനക്ക് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ വലാലിയത്തിൽ നിന്ന് നിനക്ക് നേരാക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിതത്തിൽ അന്ധനും ബദിരനും മൂകനുമായി നടക്കുന്ന മനുഷ്യന്മാരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ പ്രവാചകന് സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഓരോ മനുഷ്യനും അവനവൻ തന്നെ തീരുമാനിക്കണം. എനിക്ക് ഹിദായത്ത് വേണം, എനിക്ക് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം വേണം, ആ അനുഗ്രഹത്തിന് ഞാൻ നന്ദി കാണിക്കണം, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് ഒരാൾ തീരുമാനിക്കുമ്പോഴേ പ്രവാചകന് നമ്മളെ മാർഗദർശനം കാണിക്കാൻ പറ്റൂ, ഖുർആനെ നമ്മളെ നേരാക്കാൻ പറ്റും. അല്ലെങ്കിൽ അബൂ താലിബിന് വേണമെങ്കിൽ പ്രവാചകന് മാർഗദർശനം നൽകാമായിരുന്നല്ലോ. അബൂ താലിബ് സ്വന്തം നിലയ്ക്ക് വേണ്ടാന്ന് തീരുമാനിച്ച വലഖദ് അലിംതു ബിഅന്ന ദീനി മുഹമ്മദി മിൻ കുല്ലി അദ്യാനിൽ ബരിയ്യത്തി ദീന എന്നാണ് മൂപ്പർ അവസാനം പറഞ്ഞത്. അവസാന നിമിഷവും പ്രവാചകൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന് ക്ഷണിച്ചപ്പോൾ എനിക്കറിയാം നിന്റെ ദീനാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത്, പക്ഷേ പ്രശ്നം അതല്ല, ഞാൻ ഈ അവസാന കാലത്ത് സ്വീകരിച്ചെന്ന് നമ്മളെ അബൂജഹലിനെ പോലെയുള്ള ഉത്ബത്തിനെ പോലെയുള്ള ഷൈബത്തിനെ പോലെയുള്ള കാരണവന്മാർ പറഞ്ഞാൽ എൻ്റെ അഭിമാനത്തിന് കോട്ടുണ്ടാവും. അപ്പൊ അവിടെ അതാണ് വലുത്. അള്ളാഹുവിനേക്കാൾ പരലോകത്തേക്കാൾ ഭൂമിയിലെ അഭിമാനം വലുതായി കണ്ട പ്രവാചകന്റെ പിതൃവ്യനാണത്. അപ്പോൾ ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ വളരെ വളരെ വേദനയോടെ കരഞ്ഞപ്പോ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ എന്നല്ല പറഞ്ഞു. നീ പ്രേമിക്കണവർക്ക് കൊടുക്കാനുള്ള അല്ല ഹിദായത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അർഹരാണെന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാർ ഈ ഖുർആൻ ഓതിയാലും ഖുത്ബ പറഞ്ഞാലും നോമ്പ് പിടിച്ചാലും നിസ്കരിച്ചാലും കാര്യങ്ങൾ ജാഗരൂകമായി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സില്ലാത്തവനെ നേരെയാക്കാൻ കഴിയില്ല. അതായത് ഇൻ തുസ്മിഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ ഫഹും മുസ്ലിമൂൻ, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും അനുസരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ മാത്രമേ യഥാർത്ഥത്തിൽ നിനക്ക് വിശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ ഓരോ അനുഭവങ്ങളിലൂടെ ദൃഢപ്പെടുത്താനുള്ള ശ്രമം അത് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മളെ നിത്യജീവിതത്തിൽ ഇങ്ങനെ നോക്കിയായിരുന്നു, ഓരോ നിത്യജീവിതത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലയ്ക്ക് സത്യവിശ്വാസം ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് ജീവിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്താലും അത് അവൻ അനാഥകളെ വളർത്തിയാലും യതീംഖാന ഉണ്ടാക്കിയാലും എന്തെങ്കിലും തരത്തിൽ സംരക്ഷണം എടുത്താലും അഗതികളെ സംരക്ഷിച്ചാലും അതെല്ലാം അവയവം വിറ്റ് കാശാക്കാനാണ്, വ്യഭിചാരം നടത്താനാണ്, കൊള്ളയടിക്കാനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നാട്ടിൽ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്ന മീഡിയയും സർക്കാർ മീഡിയയും ഗവൺമെന്റിന്റെ ആളുകളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നന്മ ചെയ്യുന്നവനെ പിടിച്ച് യഥാർത്ഥത്തിൽ തുറുങ്കിലടക്കിയ ആളുകളുടെ മനുഷ്യന്മാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ആളുകളെ മഹാമോശക്കാരായി ചിത്രീകരിക്കുക. അത് സാധാരണക്കാരൊന്നുമില്ല, വലിയ വലിയ ആളുകളെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഹൃദയവിശാലത ഉണ്ടെന്നൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്ന ആളുകൾ ഓരോ സന്ദർഭം വന്നപ്പോൾ ശരിയായ രീതിയിലുള്ള ഉള്ളിലുള്ള വൈരാഗ്യം ഇങ്ങനെ സത്യവിശ്വാസത്തോടും സത്യവിശ്വാസികളുടെ പ്രവർത്തനത്തോടുമുള്ള ആ ഉള്ളിലുള്ള തീരാത്ത കറ ഇങ്ങനെ പുറത്ത് ചാടുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ പത്രവും ടി വിയൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല.
ഇത് ആദം നബിയുടെ കാലം മുതലേ ഉണ്ട്. നൂഹ് നബിയുടെ കാലത്തെ കാരണന്മാർ ഇതിനേക്കാൾ ഭയങ്കരമായിരുന്നു. അധികാരത്തിൽ ഫിറഔൻ റംസീസ് രണ്ടാമൻ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരി അവനായിരുന്നു. അയാളാണ് ഇതിന് ഇതുപോലെ പണ്ട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കാറൂൻ മുതലാളി പറഞ്ഞിരുന്നു. അതുപോലെ ഒരുപാട് ആൾ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ സത്യവിശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തിയിരുന്നു. പക്ഷേ അവരൊന്നും ചരിത്രത്തിൽ അവശേഷിക്കുന്നില്ല. ചരിത്രത്തിന്റെ ചവറ്റുകുട്ടകളിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും സത്യവിശ്വാസത്തിന്റെ ദാർഢ്യമില്ലാത്ത പാവങ്ങളായ ഏഴകളായ പേടിത്തൊണ്ടന്മാരായ ആളുകളാണ് ഇന്ന് ഖുർആന്റെ അനുയായികളായി നടക്കുന്നത് എന്നത് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഇറക്കിയതാ. നമുക്ക് ആശ്വാസത്തിനാണ്, മൊത്തം മനുഷ്യരുടെ നന്മയ്ക്കാണ്. ഏതെങ്കിലും ജാതിയുടെയോ വർഗത്തിന്റെയോ വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ പ്രദേശത്തിന്റെയോ നാട്ടിന്റെയോ കാലഘട്ടത്തിന്റെയോ ആളുകൾക്കല്ല. ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹുവിന്റെ അടിമകളാണ്. അവർ നന്മയിലേക്ക് വരണം, അവർ വിജയം പ്രാപിക്കണം എന്ന് സ്നേഹനിധിയായ കരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹു തആല ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ കാരുണ്യത്തിന്റെ സന്ദേശം കരുണയുടെ പ്രവാചകൻ വഴി എത്തിച്ചിരിക്കുന്നു. അത് വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ ആ കാരുണ്യം ഉൾക്കൊള്ളാനും അനുഭവിക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനുമുള്ള ഒരു പ്രയത്നത്തിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായി വിജയിക്കുന്നില്ല എന്നാണ് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ എടുക്കുകയും അവന്റെ കാരുണ്യം കൂടുതൽ ചോദിക്കുകയും എന്നിട്ട് സത്യവിശ്വാസത്തിന്റെ ഉത്തമമായ പ്രതിഫലനങ്ങൾ ആസാരി റഹ്മത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കണം. വഴിതെറ്റിയും അതുപോലെ അറിയാത്തത് കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിലാവാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും പലരും ചരിത്രത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തുടർന്നു കൊണ്ടേയിരിക്കും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൃഢബോധ്യത്തോടെ ഉറച്ച പാദങ്ങളോടെ നിന്നുകൊണ്ട് സത്യത്തിന്റെ ആളുകളാണ്, സ്നേഹത്തിന്റെ ആളുകളാണ്, നീതിയുടെ ആളുകളാണ്. ഇതാരെയും കുഴപ്പത്തിലാക്കാനുള്ള അല്ല, ശാന്തിയുടെ സന്ദേശമാണ്. അസ്സലാമു അലൈക്കും എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ശാന്തിയുടെ സന്ദേശമാണ് നമുക്ക് എത്തിക്കാനുള്ളത് എന്ന് പ്രായോഗിക ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തെളിയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഭാര്യസന്താനങ്ങൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസം നീ പുറത്തും മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കുള്ള അസുഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ ഷിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഹോസ്പിറ്റലുകളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ രോഗത്തിന് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യമായ അളവിൽ റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. ആവശ്യമായ അളവിൽ ഞങ്ങൾക്ക് മഴ വർദ്ധിപ്പിച്ചു തരണേ, വർഷിപ്പിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഈ സത്യവിശ്വാസം പൂർണ്ണമായി ഉൾക്കൊള്ളാനും യഥാവിധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, എല്ലാ നിലയ്ക്കും സത്യവിശ്വാസത്തിന്റെ മാതൃകളായി ഞങ്ങളെ നീ മാറ്റണേ തമ്പുരാനെ. സ്വന്തത്തിനും നാട്ടിനും ലോകത്തിനും നന്മ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരക ശിക്ഷയിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ദുആ തട്ടിക്കളയാതെ സ്വീകരിക്കണേ നാഥ. ആത്മാർത്ഥമായി ഞങ്ങൾ നിന്നിലേക്ക് കൈ നീട്ടുന്നു. ഞങ്ങളെ നീ വെറുതെ വിടല്ല തമ്പുരാനെ. ഇത് സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിൻ യാ റഹ്മാൻ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.